നമസ്കാരം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ തീർത്ത് തള്ളിയിരിക്കുന്ന ഒരു നിലപാടിലാണ് രാജ്നാഥ് സിംഗ്. ഇതോടുകൂടി NDA മുന്നണിയിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അമിത്ഷായ്ക്കെതിരെ രാജ്യം മുഴുവൻ പ്രതിഷേധം നടക്കുന്നതിനിടയിൽ എങ്ങനെ അമിത്ഷായെ സംരക്ഷിക്കുമെന്ന് ഇപ്പോൾ BJPയും മോദിയും തലപുകഞ്ഞാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ രാജ്നാഥ് സിംഗ് അമിത്ഷായെ തീർത്ത് തള്ളുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായിട്ടുള്ള അംബേദ്കർ വിവാദ വിഷയത്തിൽ അമിത്ഷായും BJPയും ആടി ഉലഞ്ഞു നിൽക്കുകയാണ്. ഈ സമയമാണ് അതേ അംബേദ്കറിൻ്റെ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയും അതോടൊപ്പം തന്നെ സന്ദർശന വേളയിൽ തൻ്റെ അഭിമാനവും ആദരവും പ്രകടിപ്പിച്ചുകൊണ്ട് ഭീം ജന്മഭൂമിയിലെ സന്ദർശക പുസ്തകത്തിൽ രാജ്നാഥ് സിംഗ് ഇപ്പോൾ ഒപ്പുവയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. ബാബാ സാഹിബിനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്തിനും സമർപ്പിക്കുന്ന മൗ സന്ദർശിക്കുന്നത് എനിക്ക് അഭിമാനകരമായിട്ടുള്ള നിമിഷം നിറയ്ക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇവിടെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിമയിൽ മാല അർപ്പിക്കുന്നത് മഹത്തായിട്ടുള്ള ഒരു ആദരവിൻ്റെ നിമിഷമാണെന്നും രാജ്നാഥ് സിംഗ് ഇതിൽ കുറിക്കുക കൂടി ചെയ്യുമ്പോൾ ഇവിടെ അക്ഷരാർത്ഥത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നത് ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ കൂടിയാണ്. ഇത്തരത്തിലൊരു നീക്കം രാജ്നാഥ് സിംഗിൽ നിന്നും BJPയോ അല്ലെങ്കിൽ മോദിയോ അമിത്ഷായോ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. കഴിഞ്ഞ ദിവസമാണ് പ്രതിപക്ഷം പ്രതിഷേധം ചൂടുപിടിപ്പിക്കുന്നതിനിടയിൽ കാര്യങ്ങളെല്ലാം തന്നെ കൈവിട്ടു പോയെന്ന് മനസ്സിലാക്കിയതോടെ മോദിയും അതോടൊപ്പം തന്നെ അമിത്ഷായും സഖ്യകക്ഷികളുടെ യോഗം വരെ വിളിച്ചു ചേർത്തത്. ഈ യോഗത്തിൽ എല്ലാവരും തൻ്റെ കൂടെ ഉണ്ടാവണമെന്നും ഇന്ത്യ മുന്നണിയുടെ പ്രതിഷേധത്തിനെതിരെ പിന്തുണ നൽകിക്കൊണ്ട് ഒപ്പമുണ്ടാകണമെന്നും അമിത്ഷാ കൈകൂപ്പിക്കൊണ്ട് ആവശ്യപ്പെട്ടു. എന്നാൽ ഈ യോഗത്തിൽ നിന്നും ഏക്നാഥ് ഷിൻഡെയും അതോടൊപ്പം തന്നെ നിതീഷ് കുമാറും വിട്ടുനിന്നത് ഏറെ ചർച്ചയായി മാറിയിരുന്നു. ഇത്തരത്തിൽ അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിൽ മോദിയും അമിത്ഷായും ആടിയുലയുന്ന ഒരു സമയത്താണ് അതിനല്പം കൂടി ആക്കം കൂട്ടാനായിട്ട് രാജ്നാഥ് സിംഗിൻ്റെ ഭാഗത്തു നിന്നും ഈ അംബേദ്കർ പുകഴ്ത്തലും പുഷ്പാർച്ചനയും ഒക്കെ തന്നെ ഇപ്പോൾ അരങ്ങേറിയത്. കഴിഞ്ഞ 2019 മോദിയുടെ രണ്ടാം വരവിൽ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള കേവല ഭൂരിപക്ഷം ലഭിച്ചപ്പോൾ മോദിയും അമിത്ഷായും ഒതുക്കി നിർത്തിയവരിൽ ഒരാളായിരുന്നു ഈ പറയുന്ന രാജ്നാഥ് സിംഗ്. അന്ന് എല്ലാ തീരുമാനങ്ങളും ഒറ്റയ്ക്ക് സ്വാർത്ഥ താല്പര്യങ്ങൾ പ്രകാരം പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് അവയെല്ലാം തോന്നുംപടി പാസ്സാക്കി കാര്യങ്ങളൊക്കെ തന്നെ നേടിയിരുന്ന ആ ഒരു സന്ദർഭം അങ്ങനെ 5 വർഷം രണ്ടാം ഭരണത്തിൽ പൂർത്തിയാക്കി. എന്നാൽ പിന്നെ 2024 ആയപ്പോഴത്തേക്കും മറ്റൊരു തെരഞ്ഞെടുപ്പ് കൂടി നടക്കുകയും അതിലാവട്ടെ കേവല ഭൂരിപക്ഷം പോലും നേടാനാവാതെ പോയ മോദിക്കും അമിത്ഷായ്ക്കും തങ്ങളുടെ എല്ലാ പദ്ധതികളും സ്വപ്നങ്ങളും തീരുമാനങ്ങളും പൂട്ടിക്കെട്ടി പത്തി മടക്കേണ്ടി വന്നിരിക്കുകയാണ്. മാത്രമല്ല മന്ത്രിസഭ രൂപീകരിക്കാൻ പോലും സഖ്യകക്ഷികളുടെ മുമ്പിൽ പോലും കുമ്പിട്ട് തൊഴുതു നിൽക്കേണ്ടി വരികയും ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ RSS കൂടി ഇപ്പോൾ ചരട് വലിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രാജ്നാഥ് സിംഗ് രണ്ടാമനായി ഇതേ മന്ത്രിസഭയിൽ മാറിയത്. ഇത്തരമൊരു സമയത്ത് രാജ്നാഥ് സിംഗ് എന്തായാലും അമിത്ഷായ്ക്ക് നൽകിയത് ഒരു അടിയായിപ്പോയി എന്ന് പറയാതെ വയ്യ. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.